ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ, താരൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ, അതുപോലെ നമുക്കുണ്ടാകുന്ന അകാല നരയുടെ പ്രശ്നം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിനുശേഷം 1.5 to 2 സ്പൂൺ ഉലുവ എടുക്കുക. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ച് വേണം നമ്മൾ ഉലുവയും ബാക്കി സാധനങ്ങളും എടുക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സ്കാൽപ്പിൽ മാത്രമല്ല, നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒരുപോലെ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുടിയുടെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ച് ഉലുവ എടുക്കുക. ഉലുവയല്ല, എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 സ്പൂൺ, ചെറിയ സ്പൂണാണ്, 1.5 സ്പൂൺ അളവിനാണ് ഉലുവ എടുത്തേക്കുന്നത്. ഉലുവയെന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ, അതുപോലെ തന്നെ താരൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ, മുടി നന്നായിട്ട് വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന കരിഞ്ജീരകമാണ്. കരിഞ്ജീരകവും മുടി കൊഴിച്ചിലിന്, മുടിക്ക് കറുപ്പ് കിട്ടാനും ഒക്കെ ഒരുപാട് ഒന്നിലധികം ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ കരിഞ്ജീരകം. നമ്മൾ കരിഞ്ജീരകമായിട്ട് എണ്ണ യൂസ് ചെയ്തിട്ട് ഒക്കെ ഒരുപാട് പാക്കുകൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പം ഇത് രണ്ടും ഏകദേശം ഉലുവ എടുക്കുന്നതിൻ്റെ ഒരു 2 സ്പൂൺ ഉലുവ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂണ് അതിനകത്ത് കരിഞ്ജീരകം എടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 4-5 ഉണക്ക നെല്ലിക്കയാണ്. അപ്പം നമുക്ക് പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഉണക്ക നെല്ലിക്കയാണ്. അപ്പം ഉണക്കനെല്ലിക്ക ഇതുപോലെ നമുക്കറിയാമല്ലോ, തലയ്ക്ക് തണുപ്പ് കിട്ടാനും, മുടി വളരാനും, അതുപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും, അകാല നര കുറയ്ക്കാനും, അങ്ങനെ ഒരുപാട് ഒന്നിലധികം ഗുണങ്ങളുള്ള ഒന്നാണ് ഉണക്കനെല്ലിക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു 4-5 എണ്ണം എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില എടുക്കുക. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. തലയിൽ യൂസ് ചെയ്യാനും അതുപോലെ നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോഴും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കറിവേപ്പില. ഇപ്പോൾ ഇവിടെ ഈ ഉലുവയ്ക്കും കരിഞ്ജീരകത്തിനുമൊക്കെ സമമായിട്ടൊരു ഒരു കൈപ്പിടിക്കനുസരിച്ച് നമ്മുടെ കറിവേപ്പില എടുക്കുക. അപ്പോൾ ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഉലുവയായാലും കരിഞ്ജീരകമായാലും നമ്മുടെ നെല്ലിക്ക ആയാലും അതുപോലെ തന്നെ കറിവേപ്പില ആയാലും നന്നായിട്ട് നല്ല വൃത്തിക്ക് തന്നെ കഴുകി, ഒട്ടും മറ്റ് വിഷാംശങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം, കറിവേപ്പിലയൊക്കെ മാക്സിമം നമ്മുടെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടു പരിസരത്ത് അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ നിർവാഹമില്ല. അപ്പം ഈ സംഭവം കറിവേപ്പിലയൊക്കെ അത്രയും വിഷം അടിച്ചിട്ടാണ് വരുന്നത്. അപ്പം അതൊക്കെ അത്യാവശ്യം നമ്മുടെ വീട്ടു പരിസരത്ത് വെച്ച് പിടിപ്പിക്കുകയും അതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യുക. നമ്മളിതെല്ലാം നന്നായിട്ട് കൈവച്ച് തന്നെ ഇവിടെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ടൊന്ന് വൃത്തിയാക്കി അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് ഒരു നൈറ്റ് മൊത്തം കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പം മുടി ഓവറായിട്ട് ഡ്രൈ ആവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രം സാധാരണ വെള്ളം, പച്ചവെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ്. അപ്പം നമുക്കിത് ഒരു നൈറ്റ് നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ തലേ ദിവസം കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ഉലുവയും കരിഞ്ജീരകം, അതുപോലെ തന്നെ കറിവേപ്പില, നെല്ലിക്ക എന്നിവയെല്ലാം കൂടെ കഞ്ഞിവെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. ഇപ്പോൾ ഒരു നൈറ്റ് ആയപ്പോഴത്തേക്ക് ആ ഉലുവയുടെയും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയുടെ എല്ലാം ഗുണം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഉലുവയുടെയൊക്കെ ആ ഒരു തിക്നെസ് ആ വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്കൊരു കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഇരിക്കും. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇട്ടേക്കുന്ന നെല്ലിക്ക
അതിൻ്റെ സീഡുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിടുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ നെല്ലിക്കയുടെ സീഡ് എടുത്ത് കളഞ്ഞിട്ട് ബാലൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നെല്ലിക്ക ഇടുവാണെങ്കിൽ പച്ച നെല്ലിക്ക ആണെങ്കിൽ ഒന്നെങ്കിൽ അരിഞ്ഞ് ചേർത്തിടുക. ഇപ്പോൾ ഉണക്ക നെല്ലിക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ പിറ്റേ ദിവസം എടുത്തിട്ട് അതിൽ നിന്ന് സീഡ് എടുക്കുന്നത്. മറ്റേത് ഇതാകുമ്പോൾ എളുപ്പമാണ്, അതുകൊണ്ടാണ് പിറ്റേ ദിവസം കുതിർത്തതിന് ശേഷം എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാം എടുത്ത് വെച്ച് സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപമല്ല, കുറച്ചുകൂടെ ഒരു ലൂസായിട്ടുള്ള ഒരു രീതിയിൽ അരച്ചെടുക്കുക. കാരണം നമുക്കത് അരച്ചെടുത്തിട്ട് മാത്രമേ തലയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതല്ല, ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് കട്ടിയിൽ വേണ്ട, കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് പാടാണ് അരിച്ചെടുക്കാൻ. അപ്പോൾ ഒരു തോർത്തോ നല്ല ഒരു കോട്ടൺ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന്, ഞാനിപ്പോൾ ഒരു തോർത്താണ് എടുത്തേക്കുന്നത്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തോർത്തോ എന്തെങ്കിലും ഒരു തുണിയോ എടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഒരു ലൂസും അല്ല നല്ല കട്ടിയല്ലാത്ത രീതിയിലാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് തലമുടിയിലൂടെ തേക്കേണ്ടതായതുകൊണ്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പാക്ക് അപ്ലൈ ചെയ്ത് 10 to 20 മിനിറ്റിനകത്ത് കഴുകി കളയാവുന്നതാണ്. സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി, ഷാമ്പോ മറ്റൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും പാക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്